ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. കരിനീല കളറാണ് ഞാൻ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഏകദേശം ഒരു 4 വയസ്സുള്ള കുട്ടിക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കോട്ടൺ ലൈനിങ് ആണ് മുകൾ വശത്തേക്ക് എടുത്തിരിക്കുന്നത്. സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ലെങ്ത്ത് എടുക്കാം. 10 ഇഞ്ച് തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൂട്ടിക്കൊടുത്തിട്ട് നമുക്ക് ബാലൻസ് ഉള്ളതൊക്കെ കട്ട് ചെയ്ത് കളയാം. ഞാനൊരു ഷോൾഡർ എടുക്കുന്ന 4.5 ഇഞ്ചാണ്. അതിൽ 2 ഇഞ്ചാണ് കേട്ടോ നമ്മുടെ കൈക്കുഴി വരുന്നത്. പിന്നെ 2.5 ഇഞ്ച് ഷോൾഡറൊക്കെ അതൊക്കെ വേണ്ടി എടുത്തതാണ്. അപ്പോൾ അത് മാർക്ക് ചെയ്യാം. പിന്നെ ആം ഹോൾ എടുക്കുന്ന 4 ഇഞ്ച് നമുക്ക് മുകളിലോട്ട് സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ചെസ്റ്റ് അളവ് 6 ഇഞ്ചും അതുപോലെ തന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പിനും കൂടി കൂട്ടിയിട്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം. അതുപോലെ താഴെ വേസ്റ്റിൻ്റെ അടുത്ത് എടുക്കുന്നത് 5 ഇഞ്ചാണ് കേട്ടോ. 5 ഇഞ്ചും 15 ഇഞ്ച് തയ്യൽ തുമ്പിനും കൂടിയിട്ട് 2 ഇഞ്ചും കൂടി കൂട്ടിക്കൊടുത്തിട്ട് ഇതുപോലെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കി എടുക്കണം. അതിനുശേഷമാണ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഫ്രണ്ടിലത്തെയാണ് എടുക്കുന്നത്. ഫ്രണ്ടിലത്തെ കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് 3.5 ഇഞ്ചാണ്. എന്നിട്ട് നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു വീനെക്ക്, കറക്റ്റ് ഒരു വി അല്ല, വി എന്നാൽ ചെറിയൊരു ഷേപ്പ് കൊടുത്തിട്ടുള്ള ഒരു വീനെക്കിലാണ് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. നെക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം കുറച്ചും കൂടി അധികം എടുക്കുന്നുണ്ട്. ഇതിനേക്കാൾ കുറച്ച് ബാക്കിൽ കുറച്ച് ഡീപ്പായിട്ട് ഇരുന്നോട്ടെ. എനിക്ക് ഒരു 1 ഇഞ്ച് മാത്രമേ കൂട്ടുന്നുള്ളൂ. ഒരു 4.5 ഇഞ്ചായിട്ടാണ് എടുക്കുന്നത്. നമുക്ക് ആ ഒരു ഇത് വരച്ചു കൊടുക്കുക. അത് ഒരു ക്രോസ് വരുന്നില്ലേ സെൻറ്ററിലേക്കായിട്ട് 1 ഇഞ്ചാണ് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത്. പിന്നെ അത് കുറച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചൊരു കുറവ് പോലെ തോന്നിയിട്ട് പിന്നെ ഞാൻ 3 ഇഞ്ചോളായിട്ടും കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം അതങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന്. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ആ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ക്രോസിൽ വരച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം ഞാൻ കട്ട് ചെയ്തു, എന്നിട്ട് എനിക്കത് കുറവ് പോലെ തോന്നിയിട്ട് ഞാൻ രണ്ടാമത് ആദ്യം കുറച്ചുകൂടി കയറ്റി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് കുറവാണെന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടി കയറ്റി കട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 3 ഇഞ്ചോളാണ് കേട്ടോ ആ ഒരു ഗ്യാപ്പ്, കട്ട് ചെയ്യുന്ന ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ അതുപോലെ ഒരു 3 ഇഞ്ച് കയറ്റി വെച്ചിട്ട് ആദ്യം തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നീട് നമ്മൾ ഇത് അടിച്ചെടുക്കുന്നുണ്ട്. നല്ല മെറ്റീരിയലിന് മുകളിൽ ഇതുപോലെ കോട്ടൻ്റെ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ കൈക്കുഴിയും കഴുത്തും സൈഡ് അടിക്കുന്നില്ല, താഴ്വശം കൂടി ഒന്നിങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. ഇത്ര അടിച്ചതിന് ശേഷം നമുക്ക് ബാലൻസ് ഒന്നൊക്കെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് വശം ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് വശം നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് ഷോൾഡറിൻ്റെ അടുത്ത് ഒഴികെ ബാക്കി മൊത്തത്തിൽ താഴ്വശത്തും ചെയ്തിട്ടില്ല കേട്ടോ. താഴ്വശത്തും ഷോൾഡർ ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രണ്ട് വശത്ത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ലൈനിങ് പീസ് ഉള്ളിൽ വരും, അതുപോലെ നല്ല വശം പുറത്ത് വരും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇത് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അല്ലാണ്ട് നമുക്ക് അടിവശം മടക്കി അടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അവിടെ ഇങ്ങനെ ഒരു ത്രികോണത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ വരുന്നത് പോലെ, മുകൾ വശം ഇങ്ങനെ ഇതുപോലെ വരുന്നതുകൊണ്ട് നമുക്ക് അവിടെ മടക്കി അടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അടിവശം അടിച്ചതിന് ശേഷം ഇതുപോലെ മറിച്ചിട്ട് കൊടുത്താൽ നമുക്ക് കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫ്രണ്ട് വശം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ബാക്ക് വശം നമ്മൾ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ബാക്ക് വശം ഫ്രണ്ട് വശം ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ബാക്കിൻ്റെത് നല്ല വശം പുറത്തേക്ക് നമ്മൾ എടുക്കുന്നത്, ലൈനിങ് ഉള്ളിലേക്ക് ആക്കിയിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫ്രണ്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് വശത്തിൻ്റെ നല്ല വശത്തോട് ഫ്രണ്ട് വശത്തിൻ്റെ നല്ല വശം വരുന്ന രീതിക്ക് വെച്ചിട്ട് 2 ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. രണ്ട് ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് നേരെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതിന് ശേഷം ബാക്കിൽ നമ്മൾ സിബ് വെക്കുന്നുണ്ടെങ്കിൽ സിബ് വെച്ച് കൊടുക്കാം. ഞാൻ സിബ് വെക്കുന്നില്ല, ബാക്കിൽ ബട്ടൺസാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് നേരെ ആക്കി വെച്ചതിന് ശേഷം ബാക്ക് വശം ഫുള്ളായിട്ട് ഞാനിങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിബ് വെക്കുന്ന നമുക്ക് പകുതി മാത്രമേ വേണ്ടൂ. ബട്ടൺസ് വരുന്നതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് 2 പീസാക്കി എടുക്കണം. അപ്പോൾ സെൻറ്റർ നോക്കിയിട്ട് താലോളം ഒന്ന് കട്ടിട്ട് കൊടുക്കുന്നുണ്ട്.
ബാക്ക് വശത്തേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒന്ന് 2 ഇഞ്ച് വീതിക്കും ഒന്ന് 3 ഇഞ്ച് വീതിക്കും. നമ്മൾ ബാക്കിൽ കുടുക്ക് വെക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കുടുക്ക് വെക്കുന്ന സ്ഥലത്ത് നമ്മൾ 2 ഇഞ്ച് വീതിക്കുള്ളത് വെക്കണം. ഓപ്പോസിറ്റ് ഭാഗത്ത് 3 ഇഞ്ച് വീതിക്കുള്ളതാണ് വെക്കേണ്ടത്. അപ്പോൾ കുടുക്ക് വെക്കുന്ന ഭാഗത്ത് നിന്ന് നല്ല വശത്ത് നിന്ന് നമ്മൾ അടിച്ച് തുടങ്ങണം. നല്ല വശത്ത് നിന്ന് അടിച്ചിട്ട് മോശം വശത്തേക്കാണ് അടിച്ചു കൊടുക്കുന്നത്. ബട്ടൺസ് മറ്റേ കുടുക്കിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗം മോശം വശത്ത് വെച്ചിട്ട് നേരെ നല്ല വശത്തേക്ക് അടിച്ചു കൊടുക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്ന്. വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മുടെ കുടുക്ക് വരുന്ന ഭാഗം. അപ്പോൾ കുടുക്ക് വരുന്ന ഭാഗം നല്ല വശത്തിന് മുകളിലാണ് ഈ ഒരു പീസ് വെക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ ബാക്ക് വശത്തേക്ക് ചെയ്ത് കൊടുക്കുന്നത്, മോശം വശത്തേക്ക് ആക്കി കൊടുക്കുന്നത്. അതിൻ്റെ ഫുൾ വീഡിയോ ഇല്ലാട്ടോ, അത് മിസ്സായി പോയെന്ന് തോന്നുന്നു. അപ്പോൾ പതിച്ചടിച്ചതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കി അടിച്ചു കൊടുത്താൽ മതി. കുടുക്കൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതിന് ശേഷം നമുക്ക് അടിവശം, ബാക്ക് വശത്തിൻ്റെ അടിവശം ഞാൻ ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ സൈഡ് ജോയിൻ ചെയ്തെടുക്കുന്നത്. ഫുള്ളായിട്ട് നമുക്ക് അടിക്കാനില്ലാത്തതുകൊണ്ടാണ് ആദ്യം ഫ്രണ്ട് വശം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞുവല്ലോ, അതുകൊണ്ട് ബാക്ക് വശം ഇതുപോലെ ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ സൈഡിൽ നിന്ന് ജോയിൻ ചെയ്തെടുത്താൽ സൈഡ് നമ്മൾ നേരത്തെ ആദ്യം ചെയ്ത് മെഷർമെൻറ്റ് തന്നെയാണ്. നമ്മൾ അതൊന്ന് മാർക്ക് ചെയ്തിട്ട് 2 സൈഡ് ഒന്ന് 2 സ്റ്റിച്ച് വീതം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. നമുക്ക് സ്കേർട്ട് ചെയ്തെടുക്കാം. സ്കേർട്ട് അടിയിൽ ഫ്രില്ലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതേപോലെ തന്നെ ആ ഫോട്ടോയിൽ കാണുന്നതൊക്കെയാണ് ചെയ്യുന്നത്. നമുക്ക് സ്കേർട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ താഴേക്കുള്ള സ്കേർട്ടിൻ്റെ അടിവശത്ത് വേറൊരു ഫ്രില്ല് വരുന്നുണ്ട്, എക്സ്ട്രാ ഒരു പീസ് വരുന്നുണ്ട്. അതൊരു 7 ഇഞ്ച് വീതിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്രയാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത്, ഫുൾ ലെങ്ത്ത് വരുന്നത് നോക്കിയിട്ട് അതിൽ നിന്നൊരു 7 ഇഞ്ച് കുറക്കാം. എനിക്ക് 7 ഇഞ്ച് കുറക്കുമ്പോൾ 15 കേട്ടോ കിട്ടുന്നത്. 22 എനിക്ക് വരുന്നത്. 15 കിട്ടും. ആ 15 1 ഇഞ്ച് തയ്യൽ തുപ്പിന് കൂട്ടുന്നുണ്ട്. ആ 1 ഇഞ്ച് പറഞ്ഞാൽ മുകൾ വശത്ത് നമുക്ക് ബാൻഡിന് വെച്ചാൽ മുകൾ വശത്ത് ജോയിൻ ആക്കാനായിട്ട്. ഇപ്പോൾ താഴെ നമ്മൾ ഫ്രില്ല് വെക്കുമ്പോഴും ജോയിൻ ആക്കാൻ നമുക്ക് വേണം മെറ്റീരിയൽ. അതുകൊണ്ട് 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ 7 ഇഞ്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്താൽ മതി. തയ്യൽ തുമ്പോ കാര്യങ്ങളൊന്നും വേണ്ട 7 ഇഞ്ചിന്. അപ്പോൾ 7 ഇഞ്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. താഴത്തേക്കുള്ള സാറ്റിൻ ലൈനിങ് ഇതുപോലെയാണ് മടക്കിയിരിക്കുന്നത്. ക്രോസിൽ വേണമെങ്കിൽ ക്രോസിൽ മടക്കാം. ഇതുപോലെ സ്ക്വയറായിട്ട് ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. നമ്മുടെ അരവണ്ണം എത്രയാണോ ആ അരവണ്ണം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത മെറ്റീരിയൽ കുറച്ച് കുറഞ്ഞു പോയി. ഞാൻ 1 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുള്ളൂ. ഒരു 1.25 എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പകുതി കിട്ടുന്ന എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ അരവണ്ണം എത്രയാണെന്ന് വെച്ചാലും അതിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്ത് നമ്മൾ ഫുള്ള് നെറ്റിനേക്കാളും 1 ഇഞ്ച് കുറച്ചിട്ടായിരിക്കും ചില സമയം എടുക്കൽ. മാക്സിമം കിട്ടുന്നത്ര ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അത്ര പോലെ എടുത്തിട്ട് നമുക്ക് ചെയ്യാം. എനിക്കിപ്പോൾ ലെങ്ത്ത് കിട്ടുന്നത് കുറച്ച് കുറവാന്ന് തോന്നുന്നു. സൈഡ് കിട്ടുന്നത് കുറച്ച് കുറവാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പീസൊന്നും വെക്കുന്നില്ല. പീസ് വെക്കാം. എനിക്ക് മാക്സിമം 19 ഇഞ്ചായിട്ട് ലെങ്ത്ത് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ലെങ്ത്ത് അത്ര പോലെ ഞാൻ എടുക്കുന്നുണ്ട്.
അത് ഫുള്ളായിട്ട് മാർക്ക് ചെയ്യാം. നമ്മൾ 1.25 ഇഞ്ച് വീതിക്കാണ് മെറ്റീരിയൽ വാങ്ങിയിട്ടുള്ളതെങ്കിൽ നമുക്ക് അത്രയും ലെങ്ത്ത് കിട്ടട്ടെ, സൈഡിലും കിട്ടട്ടെയായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ 19 ഇഞ്ചിൽ എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മോൾക്ക് തന്നെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ പീസോ കാര്യങ്ങളൊന്നും കൂട്ടുന്നില്ല കേട്ടോ. ഞാൻ അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ കൊടുത്തുവെച്ചാൽ എനിക്ക് അത്ര വരെ മാത്രമേ 19 ഇഞ്ച് കിട്ടുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതിനേക്കാളും കുറയുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ലേ. നമുക്ക് ആടെ വേണമെങ്കിൽ പീസ് കൊടുത്തിട്ട് ആടെ എക്സ്ട്രാ പീസ് കൊടുത്തിട്ട് ഫുള്ളായിട്ട് എടുക്കാം. ഞാൻ മോൾക്ക് ചെയ്യുന്നതുകൊണ്ട് പിന്നെ പീസൊക്കെ കൂട്ടാൻ മടിയായതുകൊണ്ട് ഞാൻ പീസ് കൂട്ടുന്നില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പീസ് നമ്മൾ വരുമ്പോൾ എങ്ങനെയാണ് പീസിൻ്റെ ഞാൻ കാണിച്ചു തരാം, ഇവിടെ വെച്ചിട്ടാണ് ചെയ്ത് തരേണ്ടതെന്ന്. അപ്പോൾ ഇത് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ കട്ട് ചെയ്ത പീസ് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ബാലൻസ് ഇല്ലേ അത് മാറ്റി വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ അതിൻ്റെ ഒന്നിച്ചുള്ള പീസ് കൂട്ടാണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അവിടെയും 19 അതുപോലെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഇതിൻ്റെ ഒന്നിച്ച് ആ ഒരു പീസ് കൂട്ടിയിട്ട് നമുക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും എടുക്കുന്നില്ല. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഞാൻ കോട്ടൻ്റെ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുന്നത്. കോട്ടൻ്റെ ലൈനിങ് 1 മീറ്ററേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ കോട്ടൻ്റെ ലൈനിങ്ങും കട്ട് ചെയ്ത് അത്യാവശ്യം ഒരു അമ്പർല കിട്ടുന്നുണ്ട്. ഒരു അമ്പർല ടൈപ്പിൽ കുറച്ചൊരു കുറവുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കസ്റ്റമർ പുറത്തുള്ളവർക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചധികം മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവില്ല. ഞാനിവിടെ അടിവശത്തേക്ക് എടുത്തിട്ടുള്ള 7 ഇഞ്ചില്ല, അതിങ്ങനെ കൈവച്ച് ചെറുതായിട്ട് ഫ്രില്ല് മെഷീനിൽ തന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഫ്രില്ലിട്ട് എടുത്തിട്ടുള്ളതാണ്. അത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മുകൾ വശത്തേക്കുള്ള 15 ഇഞ്ച് എടുത്തില്ലേ, അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് ആദ്യം ഫ്രില്ലിട്ട് എടുക്കാം കേട്ടോ. ചെറുതായിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഫ്രില്ലിട്ട് എടുക്കാം. അതിന് ശേഷം മുകൾ വശം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഒരു ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒരു നൂലിങ്ങനെ വലിച്ചിട്ട് ചെറിയ ഫ്രില്ലുകളാക്കി എടുക്കുന്നതാണ്. അതിന് ശേഷം സൈഡൊന്ന് ജോയിൻ ചെയ്തെടുത്താൽ മതി. അങ്ങനെയാണ് നമ്മൾ നെറ്റിൻ്റെ ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ പോലെ ചെറുതായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഫ്രില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ കൈ വെച്ച് തന്നെ ഫ്രില്ലിട്ട് കൊടുക്കുന്നത് അങ്ങനെയും ചെയ്യാം. കുറച്ചും കൂടി എളുപ്പം നമുക്കത് സ്റ്റിച്ച് എടുത്ത് ഒരു നൂല് വലിച്ചിട്ട് നമുക്കത് ചെറിയ ഫ്രില്ലാക്കി എടുക്കുന്നതാണ്. ഇത് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡും നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ഇനി ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് സാറ്റിൻ്റെ ലൈനിങ് വെച്ച് കൊടുക്കാം. അതിൻ്റെ അടിയിലായിട്ട് കോട്ടൻ്റെ ലൈനിങ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. നമുക്ക് ഷിഫ്റ്റ് നെറ്റ് വെക്കുന്നുണ്ടെങ്കിൽ ഈ സാറ്റിൻ്റെയും കോട്ടൻ്റെയും ഇടയിലായിട്ട് ഷിഫ്റ്റ് നെറ്റ് വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് മൂന്നും ഒന്നിച്ച് വെച്ചിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ അരക്ക് വേണ്ട ബാൻഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒന്നിച്ച് വെച്ചിട്ട് ചെയ്തെടുക്കുക. അരക്ക് വേണ്ട പട്ട ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ 4 ഇഞ്ച് വീതിക്കാണ് എടുക്കുന്നത്. അപ്പോൾ 4 ഇഞ്ച് വീതിക്ക് എടുത്തിട്ട് ആദ്യം അതിൻ്റെ സൈഡ് ഒന്ന് രണ്ടായിട്ട് മടക്കി അടിച്ച് കൊടുത്തതിന് ശേഷമാണ് ഇതിനൊപ്പം വെച്ചിട്ട് ജോയിൻ്റ് ആക്കുന്നത്. പിന്നെ നമ്മൾ ജോയിൻ്റ് ആക്കുന്ന സമയത്ത് നമുക്ക് അലാളുടെ ഗ്യാപ്പും കൂടി വിടണം. അലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ അരവണ്ണം, നമ്മുടെ കുട്ടിയുടെ അരവണ്ണം എത്രയാണോ അതിൽ നിന്നും ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ അലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളെല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് അലാസ്റ്റിക്കിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അലാസ്റ്റിക് ഒന്ന് അടിച്ചെടുക്കുന്നത്. ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ്. അപ്പോൾ കുട്ടി ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്കും കൂടി ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ ഈ പട്ട നമ്മൾ ഒരു സ്ഥലത്ത് അടിച്ച് തുടങ്ങിയിട്ടുണ്ടാകും, അവസാനം അതിൻ്റെ അറ്റത്ത് തന്നെ എത്താനാകുമ്പോൾ ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പ് ഇതുപോലെ ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് രണ്ടൊരു അടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ബാക്കി ചെയ്തെടുക്കാം കേട്ടോ.